വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്നാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലതരത്തിലുമുള്ള വെയിറ്റ് എക്സസൈസുകളും പലതരത്തിലുള്ള ഡയറ്റുകളൊക്കെ നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിലിഷ്ടപ്പെട്ട ഒരു ഡയറ്റ് ചാർട്ടായിരിക്കും നമ്മൾ തയ്യാറാക്കുന്നത്. ഒരുപാട് എക്സസൈസുകളും ഡയറ്റും പരീക്ഷിച്ചിട്ടാണ് 5 കിലോ വരെ കുറച്ച്. എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. പിന്നെ ഞാൻ ആദ്യം ചെയ്ത വർക്കൗട്ടുകളൊക്കെ ഡബിൾ ആയിട്ട് ചെയ്തിട്ടും ഒന്നും ഒരു മാറ്റവും ഇല്ലായിരുന്നു. 99 കിലോ വരെ ഉണ്ടായിരുന്നു. പിന്നിട്ട് 5 കിലോ കുറഞ്ഞപ്പോൾ 94 കിലോ വരെ എത്തി. അതിൽ നിന്നും പിന്നെ തീരെ കുറയുന്നില്ലായിരുന്നു കേട്ടോ. അധികം ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണിത്. ഈ സമയത്ത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഡയറ്റാണ് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പക്ഷെ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. വെയിറ്റ് ലോസ് ചെയ്തു വരുന്നവർക്ക് മനസ്സിലാവും, ഒരു സ്പോട്ട് എത്തുമ്പോൾ നമ്മുടെ വെയിറ്റ് അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ടാകും. ഒരു പ്രധാന കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും വർക്കൗട്ടുകളോ കാര്യങ്ങളോ ചെയ്തു വരുമ്പോൾ നമ്മൾ ശരീരം അതൊരു റൊട്ടീനായിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നീട് ഒരു റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതുവരെ ചെയ്ത വർക്കൗട്ടിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടുകളും ഡയറ്റുകളും നമ്മൾ പരീക്ഷിക്കേണ്ടി വരും. അല്ലെ നമ്മുടെ സ്റ്റോപ്പ് ആയിട്ടുള്ള വെയിറ്റ് പിന്നെയും കുറഞ്ഞു വരുള്ളൂ. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ പറയാം. എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീലാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുന്ന രീതി രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉച്ചക്ക് 12:30 ലഞ്ച് കഴിക്കും. 6 മണീൻ്റെ മുന്നായിട്ട് ഞാൻ ഡിന്നറും കഴിച്ചിരിക്കും. പിന്നെ നമുക്ക് വിശക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാം, ധാരാളം വെള്ളം കുടിക്കാം. നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കഴിക്കാം. ചായ കുടിക്കുകയാണെങ്കിൽ മധുരമില്ലാത്ത ചായ ആണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് കാലമൊന്നും നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച വെയിറ്റ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.